Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അങ്കമാലി MP ഓഫീസിൽ അതിദരിദ്രർക്കുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. ഒപ്പമുണ്ട് MP പദ്ധതിയുടെ ഭാഗമായാണ് അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ഉൾപ്പെട്ടവർക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തിയത്. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന കറുകുറ്റി, മൂക്കന്നൂർ, മഞ്ഞപ്ര, തുറവൂർ, അയ്യമ്പുഴ, മലയാറ്റൂർ, കാലടി, കാനൂർ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർക്കാണ് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത്. MP ബെന്നി ബെഹനാൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോഴാണ് ഞാൻ നമ്മുടെ പ്രദേശത്തും കാര്യം വെള്ളപ്പൊക്കത്തിന്റെ വയനാട് പോലെയുള്ള ദുരിതം അനുഭവിച്ചില്ലെങ്കിലും പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ പ്രദേശത്തുള്ളതുകൊണ്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന വ്യക്തികളുമായി ഞാൻ ബന്ധപ്പെട്ട് കുറേ കിറ്റുകൾ നെസ്ലെ കമ്പനി നമുക്ക് തന്നു. അതനുസരിച്ച് ഇത് ആദ്യം വിതരണം ചെയ്തത് നമുക്കത് ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്നത് നമ്മുടെ ആദിവാസികളും അതുപോലെ തന്നെ തോട്ടം മേഖലയിൽ തൊഴിൽ പണിയെടുക്കുന്ന വളരെ പാവപ്പെട്ട ആളുകൾ, നിങ്ങളെക്കാളൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ താമസിക്കുന്ന നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിൽ തന്നെ പെട്ട ചാലക്കുടിക്കപ്പുറത്ത് മലക്കപ്പാറ, അതിരപ്പള്ളി മലക്കപ്പാറ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഞാൻ പോയിരുന്നു. ഏകദേശം 1000 കിറ്റുകൾ അവിടെയുള്ള മുഴുവൻ വരുന്ന ആദിവാസി കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ അവിടുത്തെ തോട്ടം മേഖല തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്കും എല്ലാവർക്കും 1000 കിറ്റുകളോളം അവിടെ വിതരണം ചെയ്തു. അതിനുശേഷമാണ് ഇതെങ്ങനെ വിതരണം ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായിട്ട് ആലോചിച്ചു. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശം വെച്ചു, അവരുടെ കയ്യിൽ എല്ലാ പഞ്ചായത്തിലെയും ഈ വളരെ പാവപ്പെട്ട ഈ അതിദരിദ്രം എന്നൊക്കെ പറയുന്നത് ശരിയല്ല, വളരെ പാവപ്പെട്ട ആളുകളുടെ ഒരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റ് അനുസരിച്ച് വിതരണം ചെയ്ത് അപ്പോൾ ഒരു നിബന്ധന വെച്ചാൽ അത് നമുക്ക് പിന്നെ പരാതി ഉണ്ടാവില്ല. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു. ഷൈജു പറമ്പി, അനീഷ് മണവാളൻ, TM വർഗീസ്, മുൻ MLA PJ ജോയ്, മണ്ഡലം പ്രസിഡന്റുമാരായ റെന്നി പാപ്പച്ചൻ, ലാലി ആൻഡു, വർഗീസ് മാണിക്കത്താൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇത് ഓണത്തിന് മുമ്പ് ലഭ്യമാക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. എന്തായാലും ഓണം കഴിഞ്ഞ് അതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് നടത്താൻ കഴിഞ്ഞു. തീർച്ചയായും MP ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട്